വലിയ പ്രസംഗങ്ങൾ നടത്തിയും വലിയ റാലികൾ നടത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്യാമ്പയിനിലൂടെയും ആണ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതെന്നാണ് പൊതുവെ ആളുകൾക്കുള്ള ധാരണ. എന്നാൽ ഇലക്ഷൻ വിജയം തീരുമാനിക്കുന്നത് സ്റ്റേജ് അല്ല, വിജയം നേടുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കണമെങ്കിൽ ബൂത്ത് തലത്തിൽ ഒരു പോർമുഖം തുറക്കേണ്ടതായുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് നേതാക്കന്മാരായി തീരുന്നത്. ഇവിടെ ദേശീയ നേതാക്കന്മാരോ സംസ്ഥാനത്തെ വിവാദങ്ങളോ വിജയത്തെ ബാധിക്കില്ല. സ്ഥാനാർത്ഥിയെ മാത്രമാണ് വിജയം ആശ്രയിക്കുന്നത്. ഇത് വീടുകൾ തമ്മിലും ബന്ധങ്ങൾ തമ്മിലുമുള്ള മത്സരമാണ്. ഇവിടെ വ്യക്തിബന്ധങ്ങളും ഗ്രൗണ്ട് തലത്തിലെ കളികളും തന്ത്രങ്ങളുമാണ് വോട്ടിനെ സ്വാധീനിക്കുന്നത്. രഹസ്യമായ തന്ത്രങ്ങൾ കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടും സുരക്ഷിതമാക്കുന്നത്. നിയമസഭാ പാർലമെന്റ് ഇലക്ഷനിൽ രാഷ്ട്രീയ തരംഗങ്ങൾക്കനുസരിച്ചാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് എങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ ഒരു വാർഡാണ് എല്ലാം തീരുമാനിക്കുന്നത്. പോളിംഗ് നടത്തുന്നത് ബൂത്തുകൾ തിരിച്ചാണ്. ഒരു ബൂത്ത് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. ഒരു വാർഡിൽ പരമാവധി 800 മുതൽ 1600 വോട്ടർമാർ വരെയാണ് ഉണ്ടാവുക. അംഗത്തെ തിരഞ്ഞെടുക്കേണ്ട വോട്ടർമാർ പരസ്പരം അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിയെ നോക്കിയായിരിക്കും വോട്ടർമാർ സമ്മതിദാനം വിനിയോഗിക്കുന്നത്. സ്ഥാനാർത്ഥി ആളുകൾക്ക് വിശ്വസിക്കാവുന്ന, പ്രയോജനപ്പെടുന്ന, സമീപിക്കുകയും ചെയ്യാവുന്ന ആളാണെങ്കിൽ അവർ വിജയിക്കും. അങ്ങനെ സ്വീകാരനല്ലെങ്കിൽ പാർട്ടി ചിഹ്നം അവരെ വിജയിപ്പിക്കില്ല എന്നതും പ്രസക്തമാണ്. വാർഡ് തലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനായി ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് അനുകൂല വോട്ടുകൾ ഏകീകരിക്കുകയാണ്. അനുകൂല വോട്ടുകൾ ലഭിക്കുന്ന വീടുകളിൽ വോട്ടവകാശമുള്ള എല്ലാവരെയും ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പുതിയ വോട്ടർമാർ ഉണ്ടെങ്കിൽ അവരെ ചേർക്കുകയും ചെയ്യണം. ഇതിനുള്ള പ്രവർത്തനം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിക്കും. അതിനായി വാർഡിൽ പുതുതായി വീട് വെച്ച് താമസിക്കുന്ന കുടുംബങ്ങളെയും ഫ്ളാറ്റ് വാങ്ങിയോ വീട് റെന്റിനെടുത്തോ വാർഡിലേക്ക് പുതുതായി എത്തിയ ആളുകളെയും 18 വയസ്സ് പൂർത്തിയായവരെയും വാർഡ് പുനഃക്രമീകരണത്തിലൂടെ വാർഡിനുള്ളിലേക്ക് വന്ന വീടുകളും വിദേശത്ത് നിന്ന് ഇലക്ഷൻ സമയത്ത് നാട്ടിലെത്താൻ സാധ്യതയുള്ളവരെ എല്ലാം കണക്കിലെടുത്താണ് ഇലക്ഷന് മാസങ്ങൾക്ക് മുൻപേ വോട്ടർമാരെ ലിസ്റ്റിൽ ചേർക്കുന്നത്. അതിനായി ലിസ്റ്റിൽ ഇല്ലാത്ത വോട്ടർമാരെ ചെന്ന് കണ്ട് അവരുടെ വോട്ടർ ഐ ഡി നമ്പർ ചോദിച്ചു വാങ്ങുകയും അനുകൂല വോട്ടുകൾ പെട്ടിയിലെത്തുവാൻ ലിസ്റ്റിൽ പരമാവധി ചേർക്കുകയും ചെയ്യും. ഒപ്പം വാർഡിലെ വോട്ടർമാരുമായി നേരത്തെ തന്നെ പരിചയം സ്ഥാപിച്ച് വെക്കും. അതിനായി അവർക്ക് എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുകയും ചെയ്യാം. റേഷൻ കാർഡ്, വോട്ടർ കണക്ഷൻ എന്നിവ ലഭിക്കുവാനും പെൻഷൻ നേടാനുള്ള അപേക്ഷ നൽകാനും സ്കൂൾ അഡ്മിഷൻ ഒക്കെ നേടാനും സഹായിക്കും. അത്തരം ചെറിയ സഹായങ്ങൾ മതി അനുകൂല വോട്ടുകൾക്ക്. തിരഞ്ഞെടുപ്പ് വരുന്നതിന് 6 മാസത്തിനുള്ളിൽ ഗ്രൗണ്ട് തലത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വിജയം നേടാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും. വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ വിജയം നേടുന്നത് പൊതുവായ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. വാർഡിലെ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് കൂടി അറിയാവുന്നവർക്കാണ് ശരിക്കും തന്ത്രപരമായി നീങ്ങുവാൻ കഴിയുന്നത്. പിന്തുണയ്ക്കുന്ന ആളുകളെയും തിരിഞ്ഞു കുത്തുന്ന ആളുകളെയും നിഷ്പക്ഷ ആളുകളെയും ഒരു കുപ്പി വെള്ളത്തിന് മാറി വോട്ട് ചെയ്യുന്നവരെയും സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരെയും അതിനായി വേർതിരിച്ചറിയണം. വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർ ഇതിൽ എങ്ങനെയുള്ളവരാണെന്ന് മിക്കവാറും അറിയാവുന്നവരുമാണ്. അറിയാൻ മേലാത്തവരെ കുറിച്ച് ഇവർ അറിയുന്നത് അയൽക്കാരിൽ നിന്നും, ആശാപ്രവർത്തകരിൽ നിന്നും, കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും, ക്ലബ്ബുകളിൽ നിന്നും, ചായക്കടകളിൽ നിന്നും ഒത്തുകൂടുന്നവരിൽ നിന്നൊക്കെയുമാണ്. അങ്ങനെ ഓരോ കുടുംബത്തിന്റെയും പൾസ് മനസ്സിലാക്കുവാൻ വാർഡ് സ്ഥാനാർത്ഥിക്ക് കഴിയും. ഇത്തരത്തിൽ മനസ്സിലാക്കുന്നയാളാണ് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുന്നത്. വാർഡ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഒരിക്കൽ വാർഡംഗമായ ആൾ വീണ്ടും മത്സരിക്കുമ്പോഴാണ്. വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, റോഡിലെ കുഴികൾ അടച്ച് ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിലും, ഡ്രെയിനേജ് സംവിധാനം കാലഹരണപ്പെട്ടുവെങ്കിലും, വഴിവിളക്കുകൾ ഇല്ലെങ്കിലും, മാലിന്യ ശേഖരണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിലും, നശിക്കാറായ സ്കൂൾ, അംഗൻവാടി കെട്ടിടങ്ങളിൽ കുട്ടികൾ പഠിക്കേണ്ടി വരുന്നുവെങ്കിലും, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം കാര്യക്ഷമമായി പരിഹരിച്ചില്ലെങ്കിലും, ക്ഷേമ പദ്ധതികൾ തക്ക സമയത്ത് അവരിലേക്ക് എത്തിച്ചില്ലെന്ന് അറിയുമ്പോഴും ജനങ്ങൾ ഈ പ്രതിനിധിക്ക് എതിരാകും. അതിനുള്ള മറുപടി നൽകുന്ന അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം. എതിർ സ്ഥാനാർത്ഥികൾ ഈ ഓരോ പ്രശ്നങ്ങളും വോട്ടർമാരുടെ അരികിൽ ചെന്ന് പറയും. അവരെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ അവരുമായി ചർച്ച ചെയ്യുമ്പോൾ നിഷ്പക്ഷ രാഷ്ട്രീയമുള്ളവർ എല്ലാം പുതിയ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകും. നിയമസഭ, പാർലമെന്റ് ഇലക്ഷൻ പോലെ വലിയ നയങ്ങളെ കുറിച്ചൊന്നും ഇവിടെ ആളുകൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ വികസനം കൊണ്ടുവരും എന്നല്ല വാർഡ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. വോട്ടർമാരെ നേരിട്ട് ബാധിക്കുന്ന റോഡ്, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഹാരം വരുത്താമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. വാർഡ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകമാണ് ഓരോ വോട്ടർമാരെയും നേരിട്ട് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എത്ര ശക്തിയുള്ള പാർട്ടി പ്രതിനിധിയാണെങ്കിലും, എത്ര പ്രസിദ്ധനായ നേതാവാണെങ്കിലും വാർഡ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. വിജയം നേടുന്ന പല ആളുകളും അത് ഒരിക്കൽ മാത്രമല്ല ചെയ്യുന്നത്, പലതവണ സന്ദർശിക്കാറുണ്ട്. ഇദ്ദേഹം അംഗമായാൽ വീടുകളിലെത്തും, സംസാരിക്കും, തങ്ങൾ ചെയ്യുന്ന വോട്ടിനെ ഓർത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസം വോട്ടർമാർക്ക് നൽകാനാണ് ഈ പലവട്ടം ഉള്ള സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വ്യക്തിബന്ധം ഉണ്ടാകുന്നതിലൂടെ കക്ഷി രാഷ്ട്രീയം മറന്ന ആളുകളെ കൊണ്ട് അനുകൂല വോട്ടുകൾ ജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് കഴിയും. വോട്ടർമാരെ സന്ദർശിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്.
സ്ത്രീകളോട് കുടുംബശ്രീ, സുരക്ഷ, ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മുതിർന്നവരോട് പെൻഷൻ, ആരോഗ്യ പിന്തുണ എന്നിവയെക്കുറിച്ച് സംസാരിക്കും. സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളോട് സ്കൂളിലെ സൗകര്യങ്ങളെക്കുറിച്ചും ഗതാഗത മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ വ്യാപാരം നടത്തുന്നവരോട് അതിനുള്ള പെർമിറ്റിനെ കുറിച്ചും റോഡ് നവീകരണത്തെക്കുറിച്ചും യുവതലമുറയോട് തൊഴിൽ, വൈഫൈ ഹോട്ട്സ്പോട്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥി ബോധവാനാണെന്നുള്ള വിശ്വാസം നൽകും. ഇതിന് മൈക്രോ ടാർഗറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു വാർഡ് സ്ഥാനാർത്ഥിക്ക് ഈ പ്രചരണം തനിയെ ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് പാർട്ടി തന്നെ സ്ഥാനാർത്ഥിക്ക് ഒരു ടീമിനെ രൂപീകരിച്ച് നൽകും. 10 മുതൽ 30 അംഗങ്ങൾ വരെയുള്ള ടീമാണ് ഇതിനായി രൂപീകരിക്കപ്പെടുന്നത്. ഇതിൽ യൂത്ത് വോളണ്ടിയേഴ്സ്, സ്ത്രീകളുടെ പ്രതിനിധികൾ, മുതിർന്ന പാർട്ടി നേതാക്കന്മാർ, സാമുദായിക സാംസ്കാരിക സ്വാധീനമുള്ളവർ ഉണ്ടാകും. 40 മുതൽ 100 വീടുകൾ വരെ ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഏൽപ്പിക്കും. ഈ ആളുകളുമായി അവർ സംസാരിക്കുകയും പ്രതികരണം എടുക്കുകയും ചെയ്യും. ഈ പ്രവർത്തനമാണ് ക്യാമ്പയിന്റെ എഞ്ചിൻ എന്ന് പറയാം. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ കലാശക്കൂട്ട് നടക്കുന്നത് അവസാനത്തെ ആഴ്ചയിലാണ്. സ്ഥാനാർത്ഥികൾ അവസാന റൗണ്ട് ഭവന സന്ദർശനം നടത്തും. വോട്ടർമാരെ ഫോൺ കോളിലൂടെ ബന്ധപ്പെടും. ആളുകൾ പറഞ്ഞ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പു നൽകും. വോട്ടർ സ്ലിപ്പുകൾ ആളുകളിലേക്ക് നേരിട്ടെത്തിക്കും. ഒരു വോട്ടറും ഒഴിവായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. അവസാന ഇംപ്രഷനിലൂടെ വരെ വോട്ടുകൾ മാറി മറിയാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ അവസാനം പോളിംഗ് ദിവസം എത്തുമ്പോൾ സ്ഥാനാർത്ഥിയും ടീമും ചേർന്ന് എല്ലാ അനുകൂല വോട്ടർമാരെയും ബൂത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. വോട്ട് ചെയ്തവർ ആരൊക്കെയെന്ന് നോക്കി വോട്ട് ചെയ്യാൻ എത്താത്ത ആളുകളെ ഫോൺ വിളിച്ചു വരുത്തും. പ്രായമായവരെ വാഹനത്തിലെത്തിക്കും. അങ്ങനെ ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. കാരണം വാർഡ് തലത്തിൽ അംഗങ്ങൾ വിജയിക്കുന്നത് വെറും 20 മുതൽ 150 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് ഓരോ വോട്ടും പ്രാധാന്യമുള്ളതാണ്. ഗ്രൗണ്ട് തലത്തിലെ തന്ത്രങ്ങളിൽ വിജയിക്കുന്നയാളാകും അവസാന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിനിധിയായിരുന്നത് ഒരിക്കലും ഭാഗ്യം കൊണ്ടല്ല, പാർട്ടി പിന്തുണ കൊണ്ടുമല്ല, അവസാന സമയത്തുള്ള ക്യാമ്പയിനിലൂടെയാണ്. പക്ഷെ അതിനായി മാസങ്ങൾ നീണ്ട ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിരിക്കണം. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ശരിയായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിച്ചു പിടിക്കണം. വാർഡിന്റെ ഓരോ മുക്കും മൂലയും അറിഞ്ഞിരിക്കണം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ ജീവിക്കുന്നത്? അതൊന്ന് പങ്കുവയ്ക്കുക. കഴിഞ്ഞ ജനപ്രതിനിധി നല്ല സേവനം കാഴ്ചവെച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റിലൂടെ അറിയിക്കുക. സ്ഥാനാർത്ഥികളുടെ ഈ തന്ത്രങ്ങൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.